ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇനി വന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി വെച്ചിട്ട് നല്ലൊരു അടിപൊളി വെട്ട് കേക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ കഴിച്ച് നോക്കിയാൽ നമ്മുടെ വെട്ട് കേക്കിൻ്റെ അതേ ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലോളൊന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. இந்த അമൃതപ്പൊടിയിൽ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ അമൃതപ്പൊടിയും മുട്ടയും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 2 മുട്ട ഒന്ന് കുത്തി കൊടുക്കണം. ഒന്ന് കുത്തി അടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അമൃതപ്പൊടിയിലും കുറച്ച് മധുരം ഉണ്ടാവുകൊണ്ട് കുറച്ച് മധുരം ചേർത്താൽ മതി. വെട്ടുകേക്ക് നല്ല മധുരം ഉണ്ടാവില്ലല്ലോ, ഒരു മീഡിയം സൈസിലുള്ള മധുരമുള്ളത് ഉണ്ടാവുക. പിന്നെ 2 ഏലക്ക കുത്തിയിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഈ പഞ്ചസാരയും ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ ഏലക്കയുടെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങും വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഞാൻ അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. അമൃതപ്പൊടീൻ്റെ 2 മുട്ടയ്ക്ക് അമൃതപ്പൊടീൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത്. ഇനി അമൃതപ്പൊടി ഇല്ലെങ്കിൽ കുറച്ചും പാടെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ടൈറ്റിൽ കിട്ടുന്നില്ലെങ്കിൽ. ഇതുപോലെ ആയിട്ടുണ്ട്. ഇതുപോലെ ആയതിന് ശേഷം നമ്മുടെ കൈയൊന്ന് കഴുകിയിട്ട് എണ്ണ തടവി കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കുഴച്ച് എടുക്കാൻ കഴിയും. നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്നും പാടെ ഒന്ന് ഇതാക്കിയിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്താൽ മതിയാവും. നല്ലോണം കനം കുറക്കൊന്നും വേണ്ട. കുറച്ച് നല്ല ഒരു കനത്തിലാണല്ലോ നമുക്കിത് വേണ്ടത്. അപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചതുരത്തിലാക്കി കൊടുക്കാം. നമുക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കട്ടിക്കാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇത് 2 ഷേപ്പിൽ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഇതുപോലെ നടുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നടുക്ക് ഒരു പ്ലസ് ടൈപ്പിൽ അങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചേർത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതുപോലെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾ നല്ലോണം കഴിക്കുകയും ചെയ്യും. ചില കുഞ്ഞുങ്ങൾക്കൊന്നും അമൃതപ്പൊടിയുടെ രുചി ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. എൻ്റെ ചാനലിൽ ഞാൻ കുറേ അമൃതപ്പൊടി റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ കാണാം. ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് നല്ല എണ്ണ ചൂടായതിന് ശേഷം തീ പറ്റ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഇത് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് എടുത്ത് കഴിഞ്ഞാൽ മുകൾ ഭാഗം പെട്ടെന്ന് കളർ മാറി കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ ഏകദേശം കട്ടിക്കാണല്ലോ നമ്മളിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണ്ടത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത്രയും മതിയിട്ട് നമ്മുടെ അടിപൊളി വെട്ട് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. അത് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അമൃതപ്പൊടി വെച്ച് ഉണ്ടാക്കിയത് പറയല്ല, അത്രയ്ക്കൊരു ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ അടുത്തത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഫുള്ളായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ അടിപൊളി വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം, എത്ര മാത്രം പെർഫെക്റ്റ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അമൃതപ്പൊടി വെച്ചാണ് ഇത് ചെയ്തെടുക്കുന്നതേ അറിയില്ല. ഇതിലേറെ തരി വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് റവയും പാടെ ചേർത്ത് കൊടുത്താൽ മതി. അത് മിക്സാക്കി കൊടുക്കുമ്പോൾ അത് കുറച്ച് റവയും പാടെ ചേർത്ത് കൊടുത്താൽ ഒന്നും പാടെ തരിയായി കിട്ടാം കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചിട്ട് തരി പോലെ തന്നെയാണ് കേട്ടോ ഇത് ഇരിക്കുന്നത്. വേണമെന്നുള്ളവർ അങ്ങനെ ചേർത്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ? അപ്പോൾ ഓക്കെ, ബൈ. വീട്ടിൽ കാണാം. വീഡിയോസ് ഇഷ്ടപ്പെട്ട റിലേറ്റീവ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ.